ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 8001 800120. ബാക്കിയെല്ലാം ഹാപ്പി ആയിരുന്നു. നല്ല ഓഫീസ് അന്തരീക്ഷം. പക്ഷേ രണ്ട് കാര്യങ്ങൾ പ്രയാസം ഉണ്ടാക്കി. അവര് ആള് വളരെ ഷാർപ്പാ ദേവി. അതിന് നന്ദുവിനെ അവരെ അറിയോ? അല്ല, കേട്ടിട്ടുണ്ട് അവരെ കുറിച്ച്. പിന്നെ കണ്ണിനൊക്കെ ഭയങ്കര പവറാ. പേടിയാണോ ബഹുമാനാണോ എന്താ നമുക്ക് തോന്നാന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റില്ല. അജ്ഞാത ശക്തി എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ. നിനക്ക് വേണ്ടി സംസാരിക്കാൻ നിന്റെ മാഡത്തെ ഞാൻ വന്ന് കാണണോ? ഏയ്, അതൊന്നും വേണ്ട. ചിലപ്പോ കൂടുതൽ ദേഷ്യവും. തുടക്ക ദിവസം തന്നെ ഒരു ബ്ലാക്ക് മാർക്ക് വേണ്ടല്ലോ. ഏയ്, അങ്ങനെ ചിന്തിക്കണ്ട. ചിലപ്പോ നിന്റെ മാഡം അപ്പോഴത് മറന്നു കാണും. വർക്കിൽ ശ്രദ്ധിച്ച് മികച്ച രീതിയിൽ ജോലി ചെയ്. നല്ല പേരുണ്ടാക്കിയാൽ മതി, മാഡം ഒക്കെ മറക്കും. അതിരിക്കട്ടെ, രണ്ടാമത്തെ വിഷമം എന്താ? അതാ ആദ്യം സംഭവിച്ചത്. ഞാൻ കാരണം അവിടുത്തെ ഒരു ഡ്രൈവർക്ക് നല്ല ചീത്ത കിട്ടിക്കാണും. എനിക്കിത് വിഷമായി. ഡ്രൈവർ കാറിനടുത്തുണ്ടാവുമെന്ന് പറഞ്ഞ് എന്നോട് പുറത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. കാറും ഫെസിലിറ്റീസും ഒക്കെ ഉണ്ടെന്ന് അപ്പോഴാ ഞാൻ അറിയുന്ന പോലും. പുറത്തു വന്ന് നോക്കുമ്പോ കാറിനടുത്ത് ഡ്രൈവറില്ല. എന്ത് ചെയ്യണോന്ന് ആലോചിച്ച് നിൽക്കുമ്പോ CP സാർ വന്നു. സാറ് ഡ്രൈവറെ വിളിച്ചിട്ട് കിട്ടിയില്ല. സാറ് ചൂടായി എന്തൊക്കെയോ പറഞ്ഞു. ആ ഡ്രൈവർക്ക് നല്ല വഴക്ക് കിട്ടിക്കാണും. നമ്മളെപ്പോലുള്ള ഏതോ പാവമല്ലേ, ജീവിക്കാൻ വേണ്ടി വന്നതാ. എന്തോ അത്യാവശ്യ കാര്യം കാരണം ഒന്ന് മാറിയതാവും. നന്നായിട്ട് ഫയർ ചെയ്ത് കാണും. പറഞ്ഞു വിട്ടോന്നും അറിയില്ല. ദേ, ഞാൻ പറഞ്ഞു കേട്ടില്ല നന്ദു? കേട്ടു. നിന്റെ നല്ല മനസ്സുകൊണ്ട് ആ ഡ്രൈവറോട് സഹതാപം തോന്നി. പക്ഷെ ഒരു ജീവനക്കാരെന്ന നിലയ്ക്ക് അയാൾ കാണിച്ച തെറ്റല്ലേ? നിന്നെ കൊണ്ട് വിടേണ്ടിയിരുന്നത് അയാളുടെ ചുമതലയല്ലേ? അപ്പോ ഡ്യൂട്ടി ചെയ്തില്ലെങ്കിൽ വഴക്ക് പറയണ്ടേ? അതുപോലെ നിന്നെ മെയിൻ ഓഫീസിൽ എത്തിക്കണമെന്ന് CP സാർ വിളിച്ചു പറഞ്ഞല്ലേ? അല്ല, CP സാർ ഡ്രൈവറെ വിളിച്ചു പറഞ്ഞു എന്ന് നന്ദുവിന് എങ്ങനെ അറിയാം? അല്ല, അത് പറഞ്ഞു കാണുമല്ലോ. പറഞ്ഞിട്ടുണ്ടാവില്ലേ? പറഞ്ഞിട്ടുണ്ടാവും. അതാ ഞാൻ പറഞ്ഞത്. ആ ഡ്രൈവർക്ക് ഉത്തരവാദിത്വമില്ല. നീ വിഷമിക്കണ്ട. എന്നാലും ഞാൻ കാരണം അയാൾക്ക് വഴക്ക് കിട്ടിയില്ലേ? നീ കാരണമല്ലേ? സാരമില്ല, അയാൾ ക്ഷമിച്ചോളൂ. പ്രഭാവതിയുടെ 2 ചിറകുകളും ഞാൻ ഇങ്ങോട്ട് അരിഞ്ഞെടുക്കും. നന്ദനും ദേവികയും. ആദ്യം നന്ദൻ, ഇപ്പതാ ദേവികയും. ഈ ചിറകുകൾ കൊണ്ട് പ്രഭാവതിയുടെ മുകളിൽ വട്ടം ചുറ്റി പറക്കും. അവളുടെ കണ്ണും കാതും ഒക്കെ കൊത്തിപ്പറിക്കും. മാംസമൊക്കെ നഷ്ടപ്പെട്ട് എല്ലും തോലുമായി വെള്ളത്തിന് വേണ്ടി അപേക്ഷിച്ച് കിടക്കുന്നത് ഞാൻ കാണും. അവസാന ശ്വാസം വലിച്ച് കണ്ണുകൾ അടയുന്നവരെ ഞാൻ അടുത്തുണ്ടാവും. മരണം ഉറപ്പാക്കിയിട്ട് ഞാൻ മടങ്ങും. നന്ദനോ ദേവിക്കോ എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടോ മാഡം? സംശയം? വളരെ കൃത്യമായിട്ടാ ത്യാഗരാജ ഞാൻ കാര്യങ്ങൾ നീക്കുന്നത്. ദേവിക ഓഫീസ് വിട്ട് ഇറങ്ങിയിട്ടേ തനിക്ക് പോലും ഇവിടേക്ക് പ്രവേശനമുള്ളൂ. അറിയാം മാഡം. ഞാനിപ്പോ അവര് രണ്ടുപേരുടെയും രക്ഷകർത്താവാ. എന്നെ പറ്റി ഇനി ആരെങ്കിലും സത്യം പറഞ്ഞാ പോലും അവര് വിശ്വസിക്കില്ല. ചാവേറെന്ന് പറയില്ലേ, അവരെ ഞാൻ എന്റെ ചാവേർ പോരാളികളായി കൊണ്ടുവരും. എനിക്ക് വേണ്ടി ചാകാനും കൊല്ലാനും വരെ തയ്യാറായ ചാവേറുകൾ. നന്ദനും ദേവികയും.